ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക, അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത്. ശരിക്കും ഒരാളുടെയും സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താൻ നമ്മളുടെ വരരുതും. നമ്മൾ ഒരാളുടെയും സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ജീവിത പങ്കാളിയായിരിക്കും കേട്ടാ, സ്വന്തം മക്കളായിരിക്കും. അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ പലപ്പോഴും അനൗൺസ് ചെയ്യുമ്പം കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ള വാക്കുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയണ കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. താല്പര്യമുള്ള കുട്ടികളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടണം. ഞാൻ എപ്പോഴും നിർബന്ധിക്കരുത്, വെറുതെ നിർബന്ധിപ്പിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ കളയരുത്. അവരുടെ മുമ്പിൽ എല്ലാ ഓപ്ഷനും വെക്കണമെന്നേ, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു നോക്കിക്കേ, പിള്ളേർക്ക് പിന്നീട് ഒരിക്കലും വഴിതെറ്റില്ല. നമ്മൾ ഈ കൊടുക്കേണ്ട സ്വാതന്ത്ര്യങ്ങൾ പല സമയത്തും കൊടുക്കാതെ പോണ കൊണ്ടാണ് പിള്ളേര് പലപ്പോഴും വഴിതെറ്റി പോകണം. തെറ്റിനെ തിരഞ്ഞെടുക്കാനും ശരിയെ തിരഞ്ഞെടുക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. അതിൽ നിന്ന് അവർ ശരിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും കാര്യം. അവർ തെറ്റിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുതും. സ്വന്തം ജീവിത പങ്കാളിയായിരിക്കാം, സ്വന്തം മക്കളായിരിക്കാം, അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താതിരിക്കാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവണം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.